യാതൊരു കീടബാധയുമില്ലാത്ത ചീര വീട്ടിലുണ്ടാക്കുവാൻ നമുക്ക് വള്ളിച്ചീര നട്ടുപിടിപ്പിക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വള്ളിച്ചീരയെ വിവിധ പേരുകളിലാണ് വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. വഷളൻ ചീര, പപ്പടച്ചീര, ഷുഗർ ചീര എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഒരു വള്ളിച്ചീര എങ്ങനെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. 10 മീറ്ററോളം ഉയരത്തിലും താഴെയുമൊക്കെയായി പടർന്നു പിടിക്കുന്ന ചീരയാണ് ഈ വള്ളിച്ചീര. ഈ ചീര ഏകദേശം ഒരു 7 മാസത്തോളം പ്രായമുള്ളതാണ്. ഇതിലിപ്പോൾ വിത്തുകളൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഈ വിത്തുകൾ പാകി മുളപ്പിച്ചും ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല ഒരു പോട്ടിംഗ് മിക്സ്, അതായത് ഒരുപാട് കട്ടിയായി പോകാത്ത മണ്ണിലേക്ക് കുറച്ച് കരിയിലയും ചാണകപ്പൊടിയും മണ്ണും അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് അതിൻ്റെ ചെറിയ തണ്ടുകൾ മുറിച്ച് നട്ടോ അതുപോലെ വിത്തുകൾ പാകി മുളപ്പിച്ചോ നമുക്ക് പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ വിത്തുകൾ തന്നെ തറയിലേക്ക് വീണ് ധാരാളമായിട്ട് ചെടിൻ്റെ പുതിയ സസ്യങ്ങൾ മുളച്ചു വരാറുണ്ട്. അതിനെ നമുക്ക് എടുത്ത് മാറ്റി പുതിയ ഗ്രോ ബാഗിലേക്കോ ചെടിച്ചട്ടിയിലോ ഒക്കെ ആക്കി നട്ടാൽ ധാരാളമായിട്ട് ഇതിനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അതുപോലെ ഇതിനെ അലങ്കാര ചെടിയായിട്ടും മിക്കവാറും പേർ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ അധികം മൂത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അതിനെ എടുത്താൽ മാത്രമേ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ചെറിയ ഒരു പോട്ടിംഗ് മിക്സ്, അതായത് നന്നായിട്ട് ഉള്ള കരിയിലയും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത പോട്ടിംഗ് മിക്സിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ചിലപ്പോഴൊക്കെ ഒരു ജൈവ സ്ലറിയും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് വളരെ നന്നായിട്ട് തന്നെ വളർന്ന് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു കറിക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഇതൊക്കെ ആ ചെടിയിൽ നിന്ന് കിട്ടും. ഇത് 2 നിറത്തിലുണ്ട്, പച്ച നിറത്തിലും അതുപോലെ ഒരു ചെറിയ പർപ്പിൾ കളറിലുമുള്ള 2 തരം ചീരകളാണ് സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്താൻ കഴിയുന്നതായതുകൊണ്ട് എല്ലാവരും ഒരു ചെറിയ തണ്ട് വീട്ടിൽ നട്ട് വളർത്തിയാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ചെറിയ വിത്തുകളാണ് ഈ കാണുന്നത്. ഇത് നമ്മളൊന്ന് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഞെരടി നോക്കിയാൽ അതിൽ നിന്നൊരു പർപ്പിൾ നിറത്തിലാണ് അതിൻ്റെ വിത്തിൻ്റെ മുകൾ ഭാഗം തൊലി ഇളകി വരുന്നത്. അതിൻ്റെ അകത്തുള്ള ആ ചെറിയ വിത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ വള്ളിച്ചീര. ധാരാളം പോഷക ഗുണങ്ങളുള്ളതാണ് ഈ വള്ളിച്ചീര. ഇത് തോരൻ വെക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ വള്ളിച്ചീര മാത്രമായിട്ട് ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് കുഴഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വഷളൻ ചീര എന്ന് പറയുന്നത്. അങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഉഴുന്നുപരിപ്പോ പയറോ ചക്കക്കുരുവോ ഒക്കെ ഇട്ട് ഉപയോഗിച്ചാൽ അത് അങ്ങനെ അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കും. അതുപോലെ പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ വള്ളിച്ചീര. അയണിൻ്റെ കലവറയാണ്. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഈ വള്ളിച്ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് വള്ളിച്ചീര ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ എല്ലുകൾക്കും ഒക്കെ ബലം കിട്ടാനും അതുപോലെ ഷുഗർ പേഷ്യൻസിനും ഒക്കെ വള്ളിച്ചീര നല്ലതാണ്. അതുപോലെ ഫൈബർ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഈ വള്ളിച്ചീരയുടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഗുണങ്ങളാണ്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ വള്ളിച്ചീര നമ്മൾ കൃത്യമായിട്ട് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരു 1-2 ദിവസങ്ങളിൽ നമുക്ക് കറിയായിട്ടും ഉപയോഗിക്കാം. അതുപോലെ നമുക്കൊരു അലങ്കാര ചെടിയായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വള്ളിച്ചീര. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.